മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമെപ്പോഴാ? ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ, ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മരണ വീട്ടിൽ എല്ലാവരും കരയുന്ന രംഗമാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയമുണ്ടല്ലോ, വീടിന്റെ മുറ്റത്ത് മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം കൊണ്ടുവെക്കുന്ന രംഗമുണ്ടോ? എല്ലാ വീട്ടിലും ഫ്രീ ആയിട്ട് വരുന്ന വാഹനമാണത്. ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കടന്നു വരും, ഏത് കോടീശ്വരന്റെ വീട്ടിലും കടന്നു വരും. പടച്ചവനെ, അതാ മോഡലിന് വ്യത്യാസമില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ ഒരു മോഡല്. ഫാഷനൊന്നും മാറുന്നില്ലടോ. ഇൻഷുറൻസ് വേണ്ട, ടാക്സ് വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഡ്രൈവർ വേണ്ട, പെറ്റിയില്ല, ഫ്രീ സർവീസാ സഹോദരാ. മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന രംഗമുണ്ടല്ലോ. അപ്പോഴാണ് മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മരിച്ചുപോയ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാ. വീടിന്റെ അകത്ത് വെള്ളത്തുണിക്കകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന മയ്യത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? ആ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി. മരിച്ചുപോയ മനുഷ്യൻ നല്ല മനുഷ്യനാണോ? ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എന്നെയൊന്ന് ഖബറടക്കാ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോയി ഖബറടക്കണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കണേ. നിങ്ങൾ ഈ വീടിന്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കല്ലേ, എനിക്ക് സ്വർഗത്തിൽ പോകാനാ. മക്കളെ, വാപ്പാരെ ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. മക്കളെ, ഉമ്മാനെ ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. എന്നെ കൊണ്ടുപോയി പെട്ടെന്നൊന്ന് ഖബറടക്കണേ എന്ന് ആ ഖബർ വിളിച്ച് പറയുമെന്ന് നബി, ആ മൈദനാസ വിളിച്ച് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ കൊണ്ടുപോ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയൊന്ന് ഖബറടക്ക് എന്ന് ആ ജനാസ വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, മോശമായ ജനാസ വിളിച്ചു പറയുന്നു, എവിടെ കൊണ്ടുപോകുവാ? എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം അവര് പറയും, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്ക്, നിങ്ങളൊന്ന് ധൃതി കാണിക്കുകയെന്ന് ജനാസ വിളിച്ചു പറയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ഉറക്കപ്പറ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനാസ പറയുന്ന ഒന്നാമത്തെ കാര്യം, എന്നെ നിങ്ങൾ പെട്ടെന്നൊന്ന് കൊണ്ടുപോയി ഖബറടക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വാപ്പ പറയുന്ന, എടാ ഞാൻ സ്വർഗം കണ്ടിട്ട് മരിച്ചു കിടക്ക, എന്നെ ഒന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് വിടടാ. വാപ്പ ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, വാപ്പ അവിടെ കിടക്ക്. ഉമ്മ, നിങ്ങൾ സ്വർഗത്തിൽ പോകണ്ട, അവിടെ കിടക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, അവൻ 5 മണിക്ക് വരും, അവിടെ കിടക്കാൻ പോകണ്ടെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ എന്താ പറയണേ? ഒരു മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം അതാടോ. സ്വന്തം വാപ്പ ഈമാനോടുകൂടി മരിച്ച് സ്വർഗം കണ്ടിട്ട് മരിച്ചടക്ക. വാപ്പ പറയുന്നു, എന്നെ സ്വർഗത്തിൽ വിടടാ, അവിടെ കിടക്ക് വാപ്പ, ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇനി അവൻ വരണം, അവൻ 5 മണിക്ക് വരും, നമുക്ക് 7 മണിക്ക് കൊണ്ടടക്കാം. ഇങ്ങനെ വെച്ച് മയ്യത്തിങ് വെച്ചിട്ടിങ്ങനെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടവരെ കാണിക്കണം, എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം, ഇല്ലെങ്കിൽ ആ ജനാസ നിന്നെ ശപിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് അതൊക്കെ ഒരു മോഡലായി മാറിയിരിക്കുന്നു, അതൊക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുക. മരിച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് അൽഹംദുലില്ലാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കണം, സെൽഫിയൊക്കെ എടുക്കണം എന്ന കാലം അങ്ങനെ ആയിപ്പോയി. എടോ, 5 കാര്യങ്ങൾ
എൻ്റെ പ്രിയപ്പെട്ട സഹോദര, 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പം ചെയ്യണം, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? നിങ്ങൾ മരിച്ച വീട്ടിയിരിക്കണ പോലെ ഇരിക്കണം. അതുകൊണ്ട് ചോദിച്ചാ മരണം പറയുമ്പോൾ നിങ്ങൾ മരിച്ച വീട്ടിയിരിക്കണ പോലെ ഇരിക്കണ, ഒരു പ്രതികരണവും ഇല്ല. മടുത്ത 4 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുതെന്ന് നബിഗിന റസൂലുള്ളാഹി ആ 4 കാര്യങ്ങളിൽ ഒന്ന്, നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം നിസ്കരിക്കണം. അത് പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ നടക്കാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുബഹിക്ക് ബാങ്ക് വിളിച്ചു, ഒന്ന് ഉണർന്നു, ആ ബാങ്ക് വിളിച്ചു, അരമണിക്കൂറുണ്ടല്ലോ ഇഖാമത്ത് കൊടുക്കാൻ, ഒന്നുകൂടെ കണ്ണടച്ചേക്കാൻ. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ നിസ്കരിക്കണം. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കാറില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2 വീട്ടിലാരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കണം. ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് വലിയ മയ്യത്താണെങ്കിലും, എത്ര വലിയ മാപ്പയാണോ ഉമ്മയാണോ ആരുമാകട്ടെ, ആ ജനാസ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ദുർഗന്ധമാകും. പിന്നെ അവസാനം പറയും ഇതെവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ പറയും. അതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത വഖത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വഖത്ത്, അതാണ് ഏറ്റവും കൂടുതൽ സമയം. എത്ര പെട്ടെന്ന് കൊണ്ട് ഖബറടക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് കൊണ്ട് ഖബറടക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 3 സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം കൊടുത്തോണം. സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മദ്രസയ്ക്ക് വേണ്ടിയാ, അൽഹംദുലില്ലാ ഒരു 25,000 രൂപ കൊടുക്കണം, നിയ്യത്ത് ചെയ്തു. വീട്ടിൽ പോകുമ്പോൾ ഭാര്യയോട് പറഞ്ഞേടി ഞാനൊരു 25,000 കൊടുക്കാമെന്ന് വിചാരിക്കും. അള്ളാഹുവേ, നിങ്ങൾ എന്ത് കണ്ടിട്ടാ? സ്കൂൾ തുറക്കാറായില്ലേ, ആകെ പ്രയാസമല്ലേ? ഭാര്യ അത് വെട്ടും, പകുതിയാക്കും. അവസാനം ഒരു 5,000 രൂപയെങ്കിലും കൊടുത്താലായി. ഇവിടെ സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം തന്നെ കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 4ാമത്തെ കാര്യം, ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേൾക്കണം. 4ാമത്തെ കാര്യം എന്താ? ഉറങ്ങുന്ന ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ഉറങ്ങണ മാതാപിതാക്കളൊന്ന് എഴുന്നേറ്റ്. എഴുന്നേക്കനല്ലെന്ന് ഒന്ന് ഉണർന്നോ, ഈ പറയണ കാര്യമൊന്ന് കേൾക്കാനാ. 4ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി, ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയാൽ അവരെ വെച്ചോണ്ടിരിക്കരുത്, നിങ്ങൾ കെട്ടിച്ചു വിടണമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ? എടാ, മക്കള് 18ആയി, 20ആയി, 25ആയി, 28ആയി, 30ആയി, കെട്ടിച്ചു വിടുവോ? ഇവനിങ്ങനെ ബസ് സ്റ്റോപ്പും സ്കൂളിൻ്റെ ഫ്രണ്ടും കറങ്ങുന്നുണ്ട്. വീട്ടിൽ മിസ് കോളുകളൊക്കെ വന്നു തുടങ്ങി. മോള് സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. പതിവില്ലാതെ മകൾ ഒരുങ്ങി സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. ഉമ്മ മനസ്സിലാകണം, കാല് പൊക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാവുക. നീ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. എടോ, ഒരു പെണ്ണ് സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നേ? അപ്പുറത്ത് ആരോ കാണാനുണ്ട്, അതുകൊണ്ടാണ് ഇടുന്നേ. ആരോ കാണാനുണ്ട്. അല്ലാതെ ഇപ്പം സിറാജുദ്ദീൻ കാസിമി എന്നും അടിപൊളി ഫോട്ടോ എടുത്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ സിറാജ് എന്തിനാ ഇടുന്നേ? ഇത് കാണാൻ വേറെ ആരോ ഉണ്ട്. അതാ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നിന്റെ മോൾ അമിതമായിട്ട് ഒരുങ്ങുന്നു, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നു, രാത്രി പുതപ്പിനടിയിൽ ചെറിയ ചെറിയ ശബ്ദം കേൾക്കുന്നു. നീ മനസ്സിലാക്കേണ്ടത് എന്താ? നിന്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. 24ആയി, 25ആയി, പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, അവസാനം നീ പഠിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ചെറുപ്പക്കാർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുസ്താദ ഇതെൻ്റെ വാപ്പാടുത്തൊന്ന് പറ. നിങ്ങൾ പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഞാൻ പറയാൻ പറ്റുമോ, എന്നെ കെട്ടിച്ചു വിട്, എന്നെ കെട്ടിച്ചു വിടുന്ന. ചില തള്ളമാരങ്ങനാടോ, മക്കൾക്ക് പ്രായമായാലും കെട്ടിച്ചു വിടത്തില്ല. പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, പഠിച്ച് ജോലിയായിട്ട് കെട്ടിയാൽ മതി. അവസാനം കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാനാ. ഇത് നല്ല മയ്യത്ത്. മോശമായ മയ്യത്തോ, ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ പറമ്പിൽ റോഡ് സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്ന മൃഗം കടന്ന് ചാടാറുണ്ട്. ചില മൃഗങ്ങൾ കടന്ന് ചാടാറുണ്ട്. എന്തുകൊണ്ടാ ചാടുന്നേ? ഈ ജനാസ കടന്ന് നിലവിളിക്കുകയാ, എന്നെ കൊണ്ടുപോകല്ലേ, നിങ്ങൾ എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നേ, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, എന്നെ ഖബറടക്കല്ലേ എന്ന് ജനാസ വിളിച്ചു പറയുകയാ. അതുകൊണ്ട് മരിച്ചുപോയ മയ്യത്തിന്റെ 1ാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? ആ നല്ല മയ്യത്ത് വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി
നിങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കണേ, എന്നെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി ഒന്ന് ഖബറടക്കണേ എന്നാ മയ്യത്ത് ആഗ്രഹിക്കുകയാണ്. ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇനി രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? പടച്ചവനെ, ജനാസ കൊണ്ടുപോവുകയാ. ജനാസ ഖബർ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറങ്കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ചെറുപ്പക്കാരാ, മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുകയാ. ആ സമയത്തൊരു ശബ്ദം കേൾക്കും, മോനെ, പടച്ചവനെ, ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകാൻ അതാ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ അവനോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബറിന്റെ സംസാരം അവന് കേൾക്കുകയാണ്. ഖബറിന്റെ സംസാരം അവന് കേൾക്കുകയാണ്. പെങ്ങളെ, നിനക്ക് നാവുള്ളതുപോലെ എനിക്ക് നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ടടോ, ഖബറിന് നാവുണ്ടടോ. എല്ലാ മനുഷ്യരോടും ഖബർ സംസാരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, എന്റെ ബാപ്പയോട് പറയുകയാണ്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ഖബറിന് നാവുണ്ട്, ആ ഖബർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ പലരും അത് കേൾക്കാറില്ല. അത് നമ്മുടെ പോരായ്മയാണ്. ഖബർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്തത് നമ്മുടെ പിഴവാടോ. ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഖബറിന്റെ സംസാരം കേൾക്കുന്നത് എപ്പോഴെന്നറിയുമോ? സഹോദരാ, ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്. ഒരുപാട് പേരോട് ഖബർ സംസാരിച്ചല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞപ്പോ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. കൂടെ വന്നവര് പറഞ്ഞു, തങ്ങളെ, ഖബറടക്കി കഴിഞ്ഞല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബർ കുടിച്ചു, ഖബറടക്കി. ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, എന്നെ ആരും ശല്യം ചെയ്യരുത്, എല്ലാവരും പോകണേ, എല്ലാവരും പോകണേ. എന്നിട്ട് ആരാരുമില്ലാതെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു ഖബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരയുകയാണ്. സംസാരിക്കുന്നില്ലടോ, ഒന്നും മിണ്ടാതെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇങ്ങനെ കരയുകയാണ്. ഖബറിന്റെ ചാരത്തിരുന്ന് മിണ്ടാതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ, അങ്ങനെ കരയണമെന്നാണല്ലോ, ഖബർ കണ്ടാ കരയണമെന്നാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുകയാണ്. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരുപാട് സമയമായിരുന്ന് കരയുകയാണല്ലോ, എന്തേ എന്നോടൊന്നും നിനക്ക് ചോദിക്കാറില്ലേ? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നിനക്കറിയണോ? ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്നറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിനോട് ചോദിക്കുന്നു, എങ്ങനെയാ ഒരു ജനാസ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് നീ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറയുന്നു, മസഖ്തുൽ കുഫാർ വസദഖതൽ മുഖ്ലതൈൻ
البيتين وأقلت لهما. ഖബർ പറയുകയാണ്, ഞാൻ അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, പറയല്ലേ പറയല്ലേ പറയല്ലേ, അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. പിടഞ്ഞ് താഴെ വീണടോ. ഒരു മയ്യത്തിനോട് പെരുമാറുന്നത് എങ്ങനെയാണ് എന്ന് ഖബർ പറയാൻ തുടങ്ങുമ്പോഴേ ചെവി പൊത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് താഴെ വീഴുകയാണ്. പറയല്ലേ പറയല്ലേ. ഖബറിന്റെ മുകളിലേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കണ്ണുനീര് വീഴുകയാണ്. ചെറിയ കുട്ടികളെ പോലെ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കണ്ടപ്പോ ഖബറിന് പോലും സങ്കടം തോന്നുകയാണ്. അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അഖ്ഫാനിൽ അതുബ്ലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ജനാസ ഖബറിലേക്ക് കൊണ്ടുവച്ചു. അതാ പിടിമണ്ണ് വാരി വെച്ചു, പലക നിരത്തുകയാണ്. എല്ലാവരും മണ്ണ് വാരിയിടുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിടുകയാണ്. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ ആ ഖബറിനകത്ത് കിടക്കുന്ന ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? രണ്ടാമത്തെ ആഗ്രഹം എന്താ? അവൻ ആഗ്രഹിക്കുന്നു, അവൻ ആഗ്രഹിക്കുകയാണ്, പടച്ചവനെ, എന്റെ കുടുംബക്കാരോട് ചെന്നിട്ട് അല്ലാഹു എനിക്ക് ഖബറിനകത്ത് നൽകിയ ഈ പ്രതിഫലത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആ മയ്യത്ത് കൊതിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ജനാസ ആഗ്രഹിക്കുകയാണ്, അല്ലാഹുവേ, രണ്ട് മലക്കുകൾ പതാമുഖം പ്രകാശിക്കുന്ന രീതിയിൽ അല്ലാഹ് ഖബറിനകത്ത് ഇറങ്ങി വന്നിട്ട് മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക, ആ മലക്കുകൾ അവിടെ നിന്ന് ചോദ്യം ചോദിച്ചിട്ട്, പടച്ചവനെ, അവന്റെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടമങ്ങ് തുറക്കുകയാ. കണ്ണെത്താ ദൂരം ഖബർ വിശാലമാവുകയാ. സ്വർണത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാ. കാലിന്റെ ഭാഗത്ത് സ്വർഗം ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. എന്നിട്ട് ആ മയ്യത്തിനോട് പറയുകയാണ്, ലം കനൗമത്തിൽ ഖിയാമത്ത് നാട് വരെ മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ നീ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിക്കോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ആ മയ്യത്തിനോട് പറയുകയാണ്. ആ ഖബറിനകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് എന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ മക്കളോടൊന്ന് പോയി പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അല്ലാഹ് എന്ന് മയ്യത്ത് കൊതിച്ചു പോവുകയാണ്. പലരും പറയാറുണ്ട്, ഉസ്താദേ, മരിച്ചുപോയ വാപ്പയെ ഞാൻ സ്വപ്നം കണ്ട് ഉസ്താദ്, ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്ന എന്റെ വാപ്പയെ കണ്ടു, സന്തോഷത്തോടെ നടക്കുന്ന ഉമ്മയെ കണ്ടു. സഹോദരാ, മരിച്ചുപോയ മയ്യത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹമാണ്, എനിക്ക് അല്ലാഹു തന്ന പ്രതിഫലത്തെ കുറിച്ച് എനിക്ക് എന്റെ കുടുംബക്കാരോടൊന്ന് പറയാൻ പറ്റിയിരുന്നതെങ്കിൽ. നിസ്കരിച്ചതിന് റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്, നോമ്പ് പിടിച്ചതിന് റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്, സദഖ കൊടുത്തതിന് പടച്ച റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്. മക്കളെ, ഇരുട്ടുള്ള ഖബറിന്റെ അകത്ത് വല്ലാത്ത വെളിച്ചമാ. ഈ വെളിച്ചം കിട്ടിയത് ഞാൻ അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചല്ലോ, പാവങ്ങളെ സഹായിച്ചല്ലോ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് കൊടുത്തല്ലോ, മദ്രസയുടെ പണിയാണെന്നറിഞ്ഞപ്പോ അല്ലാഹു എനിക്ക് തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം ഞാൻ കൊടുത്തല്ലോ. ഇന്ന് ഖബറിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, ഖബറിനകത്ത് ആ നന്മകൾ മുഴുവനും എനിക്ക് കൂട്ടായിട്ടുണ്ട്. എന്റെ ഖബറിന് വല്ലാത്ത വിശാലതയാ.
എന്റെ ഖബറിനകത്ത് വല്ലാത്ത വെളിച്ചമാ. എന്റെ കാലിന്റെ ഭാഗത്ത് രാവിലെയും വൈകിട്ടും സ്വർഗം ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. ഇതൊക്കെ കുടുംബക്കാരോട് ചെന്ന് പറയാൻ ആ മയ്യത്ത് കൊതിക്കുമെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, 6 അടി മണ്ണിന്റെ അകത്ത് പ്രയോജനമുണ്ടാകാൻ, 6 അടി മണ്ണിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് ചെയ്യാൻ കഴിയണം സഹോദര. അതുകൊണ്ട് ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു നിങ്ങൾക്കൊരവസരം തരികയാണ്. പടച്ച റബ്ബ് നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ്. റബ്ബ് തരുന്ന ചാൻസ് ഏതെന്നറിയുമോ? ഒരു ജാരിയായ സദക്ക ചെയ്യാനുള്ള അവസരമാണ്. ഒരു ജാരിയായ സദക്ക ചെയ്യാൻ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനല്ല, രോഗികൾക്ക് മരുന്ന് വാങ്ങലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന, ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന, മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അതാ ഒരു മദ്രസ പണിയണമെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതാ എന്ത് കിട്ടിയാലും മദ്രസയ്ക്കാണ്. ഈ പരിപാടി കഴിഞ്ഞെന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് നിങ്ങളുടെ നാടിന്റെ വെളിച്ചമായി, നിങ്ങളുടെ നാടിന്റെ ഐശ്വര്യമായി പടച്ചവനെ ഒരു മദ്രസ പണിയണമല്ലോ. ആ ആഗ്രഹത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് സാധാരണ ഒരു നന്മയല്ല വാപ്പാ, അത് ജാരിയായ സദക്കയാ, അത് ജാരിയായ സദക്കയാ. പെങ്ങളെ, ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ എല്ലാ ദിവസവും രാവിലെ ഒരു ഫാത്തിഹ ബോധാറുണ്ടല്ലോ. മദ്രസയിൽ പഠിക്കാൻ വരുന്ന മക്കൾ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ ബോധുമല്ലോ. അവസാനം മടങ്ങി പോകുമ്പോ 3 സ്വലാത്ത് പറയാറുണ്ടല്ലോ. അത് നിന്റെ ഖബറിലേക്ക് എല്ലാ ദിവസം മുടങ്ങാതെ വരുന്ന ഒരു ജാരിയായ സദക്കയാ. ആ സദക്ക കൊടുക്കുന്നതിലൂടെ ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം എല്ലാ ദിവസവും മക്കൾ വന്ന് ഫാത്തിഹ ബോധുമ്പോ, ആ മക്കള് സ്വലാത്ത് പറയുമ്പോ അതിന്റെ മിസ്രി സവാബ് നിന്റെ ഖബറിലേക്ക് വരികയാണ്. പടച്ച റബ്ബേ, ആ മക്കള് പഠിക്കുകയാ, നിസ്കരിക്കുകയാ, ദിക്ർ പറയുകയാ, ഖുർആൻ ഓതുകയാ. ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലം നിന്റെ ഖബറിലേക്ക് വരികയാണ്. ആരാരുമില്ലാത്ത പള്ളിപ്പറമ്പിലെ ഇരുട്ട് മൂടിയ ഖബറിന്റെ അകത്ത് വെളിച്ചമായി നീ കൊടുക്കുന്ന സദക്ക വരുമെങ്കിൽ പെങ്ങളെ, ഒരു 3-4 ദിവസമായിട്ടും മഴയാണല്ലോ. പടച്ചവനെ, കരണ്ട് പോയാ നമുക്ക് വല്ലാത്ത പേടിയാ. പടച്ചവനെ, കരണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉടനെ KSBയിൽ വിളിക്കുകയാണ്. ഇന്ന സ്ഥലത്ത് കരണ്ടില്ല. എപ്പോഴാ വരുന്നത്, എപ്പോഴാ വരുന്നത്? ഒരു വീട്ടിലും ഇന്ന് വിളക്കില്ലടോ, ഒരു വീട്ടിലും ഇന്ന് മെഴുകുതിരിയില്ലടോ. പടച്ചവനെ, കരണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത പേടിയാ, ഇരുട്ടത്തിരിക്കാൻ വല്ലാത്ത ഭയമാ. പടച്ചവനെ, കൊച്ചുകുട്ടികൾ ഇരുട്ടത്തിരുന്ന് പഠിച്ചിട്ടില്ല. അതാ വലിയ വീടിന്റെ അകത്ത് പരിസരത്ത് മുഴുവനും വീടുകളുണ്ട്. എന്നിട്ട് പോലും ആ വീടിന്റെ അകത്തൊന്ന് കരണ്ട് പോയപ്പോ എനിക്കും നിങ്ങൾക്കും അതിനകത്തിരിക്കാൻ ഭയമാണെങ്കിൽ AC ഇല്ലാതെ പറ്റുന്നില്ലല്ലോ. അതാ ഫാനില്ലാതെ ഉറക്കം വരുന്നില്ലല്ലോ. വെളിച്ചമില്ലാതെ പേടി വരുന്നല്ലോ. അതാ ഫോൺ എടുത്തുകൊണ്ട് വിളിക്കുകയാ, കരണ്ടില്ല, കരണ്ടില്ല. പെങ്ങളെ, അവരും മനുഷ്യരാണോ? അവരും നമ്മളെ പോലെ മനുഷ്യന്മാരാ, യന്ത്രമൊന്നുമല്ല. പടച്ചവനെ, ആ പാവപ്പെട്ട സഹോദരങ്ങൾ രാവും പകലും കടന്നു ഓടുകയാണ്. എവിടെ മരം വീണാലും രാത്രിയൊന്നും പകലുമില്ലാതെ അവര് കിടന്ന് കഷ്ടപ്പെടുന്നു. അവരെ ചീത്ത പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാ നാം അവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കണമടോ. ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നു. കരണ്ടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണമടോ. നമുക്ക് ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞാ മതി. എന്നാ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് എവിടെയാ? പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ഇറക്കി കിടത്തിയിട്ട് പലക നിരത്തിയിട്ട് അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വിടവുണ്ടെങ്കിൽ ആ വിടവ് പോലും നമ്മൾ മറച്ചു വെക്കുന്നവരാണ്. എന്നിട്ട് മണ്ണിട്ട് മൂടി 2 ചെടി എന്നിട്ട് വെള്ളമൊടിച്ചിട്ട് പോകുമ്പോ എങ്ങനെ കിടക്കും ബാപ്പാ? എങ്ങനെ കിടക്കും പെങ്ങളെ? ഓടാ പറ്റില്ലല്ലോ. നിലവിളിച്ചാൽ ആള് കേൾക്കില്ലല്ലോ. ഖബറിന്റെ
ആഴമാ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ മോനെ? പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാത്തതെന്ത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പെയ്ത അതാ പേമാരി പെയ്യുന്ന സമയത്താണ് 4 ദിവസമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. ഈ നാടിന്റെ ഒത്തൊരുമയാടോ? ഇവരുടെ ഇഖ്ലാസ്, ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ്. പല പരിപാടികളും മഴയുടെ പേര് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുമ്പോ അല്ലാഹുവേ, സാധാരണ നടക്കുന്നതിനും ഗംഭീരമായി മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒരു മജ്‌ലിസ് ഈ നാട്ടിൽ നടക്കുമ്പോ ഇവരുടെ നിയ്യത്ത് നല്ലതാ, ഇവരുടെ ഇഖ്ലാസോട് കൂടിയുള്ള നിയ്യത്ത് നല്ലതാ. നിയ്യത്ത് നല്ലതായത് കൊണ്ടാ അല്ലാഹു ഈ പരിപാടി മുടക്കാതെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒരുക്കി തന്നത്. അതുകൊണ്ട് കണ്ടില്ലെന്ന് പറയല്ലേ, കണ്ടില്ലെന്ന് നടിക്കല്ലേ. ഉസ്താദേ, പൈസ ചോദിക്കുമ്പോ നമ്മൾ പറയും നമ്മൾ പള്ളിക്ക് കൊടുത്തതാ, പാവങ്ങൾക്ക് കൊടുത്തതാ, ഞാൻ ഒരുപാട് സഹായിച്ചതാ. പറയല്ലേ വാപ്പാ, പറയല്ലേ വാപ്പാ. അല്ലാഹു തന്നിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാ. ഉള്ളതിൽ പങ്ക് കൊടുക്കണേ പെങ്ങള്. ഇല്ലെന്ന് പറയല്ലേ, ഇല്ലെന്ന് പറയല്ലേ. വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാ പെണ്ണിന്റെ ശരീരത്തിലും സ്വർണമാണല്ലോ. എത്ര പവനുണ്ടെന്ന് തൂക്കാതെ പറയാൻ പറ്റുമോ? എത്ര പവന് സ്വർണമാണ് ഇപ്പൊ നിന്റെ കയ്യിലുള്ളതെന്ന് തൂക്കാതെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ പെങ്ങള്. സഹോദരാ, നിനക്ക് പറയാൻ പറ്റുമോ നിന്റെ കയ്യിൽ എത്ര ലക്ഷങ്ങളുണ്ടെന്ന്? പറയാൻ നോക്കാതെ പറ്റൂല. അത്രയും സമ്പത്ത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്നു, പക്ഷേ കൊടുക്കാൻ മനസ്സില്ലടോ. പള്ളിയാണെങ്കിലും പാവങ്ങളാണെങ്കിലും യതീമാണെങ്കിലും രോഗിയാണെങ്കിലും ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും മനസ്സ് വരുന്നില്ലടോ. അതാ ചോദിക്കുന്നവനെ കളിയാക്കി വിടുകയാ, അവന് അതാ പടച്ചവനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു വിടുകയാ. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ, സ്വർഗത്തിൽ പോകണമെന്ന് കൊതിക്കുന്ന വാപ്പാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ടവനെ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാ നബിയേ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് മുത്തുനബിയുടെ മുമ്പിൽ വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് കൊടുക്കാനൊന്നുമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് കൊടുക്കാനൊന്നുമില്ല. പടച്ചവനെ, നബി തങ്ങൾക്ക് മനസ്സിലായി ഒന്നുമില്ലെന്ന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോകാൻ. എന്റെ അബൂബക്കറിന്റെ വീട്ടിൽ പോയാൽ ഒരിക്കലും അബൂബക്കർ വെറും കയ്യോടെ മടക്കൂല. ആ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അബൂബക്കർ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു വിട്ടതാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കണേ. അബൂബക്കർ തങ്ങൾക്കറിയാ വീടിന്റെ അകത്തൊന്നുമില്ലെന്ന്, എന്നാലും ചുമ്മാതെ ഒന്ന് കേറി നോക്കുകയാണ്. ആ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ അബൂബക്കർ തങ്ങൾ വീട് മുഴുവനും തെരഞ്ഞു നോക്കിയപ്പോ ഒന്നുമില്ല സഹോദരാ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ കൊടുക്കാനൊരു വസ്ത്രം പോലും വീടിന്റെ അകത്തില്ല. ആ പാവപ്പെട്ടവനോടൊന്നുമില്ല എന്ന് പറയാൻ അബൂബക്കർ തങ്ങൾ വെളിയിലേക്ക് വരുമ്പോ ആ മനുഷ്യൻ പറയും, അബൂബക്കറേ,
അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ അബൂബക്കറിന്റെ വീട്ടിൽ പോയാ വെറും കയ്യോടെ മടക്കൂല. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന പാവപ്പെട്ടവന് വെറും കയ്യോടെ മടക്കാൻ പൈസയില്ല, കൊടുക്കാ ഭക്ഷണമില്ല, കൊടുക്കാ വസ്ത്രമില്ല. അവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. വെറും കയ്യോടെ മടക്കാ മനസ്സ് വരുന്നില്ലടോ. അവസാനം പടച്ചവനെ വാതിലിന്റെ ഇടയിലൂടെ ഒരു പൊതിയെടുത്തു കൊടുത്തിട്ട് പറയുന്നു, എന്റെ കയ്യിൽ ഇതേ ഉള്ളത് എടുത്തുകൊള്ളാൻ. അല്ലാഹുവേ, ഒരു ജോഡി വസ്ത്രമാണ് കൊടുത്തത്, ധരിക്കാനൊരു വസ്ത്രം കൊടുത്തടോ. ആ മനുഷ്യന് ഉള്ളത് എന്തെങ്കിലും കിട്ടിയല്ലോ എന്ന് മടങ്ങുകയാണ്. അല്ലാഹുവേ, നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എന്നാ നിസ്കരിക്കാൻ വരുന്ന അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ നേരത്തെ വരുന്ന അബൂബക്കറിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബ, അബൂബക്കർ വന്നില്ലേ സഹാബ? ഇല്ല നബിയേ, അബൂബക്കർ വന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തെങ്കിലും രോഗമാണോ? അബൂബക്കറിന് സുഖമില്ലേ സഹാബ? ചെന്ന് നോക്ക് സഹാബ. മഹാനായ തൽഹ തങ്ങളാണ് ചെന്ന് നോക്കാൻ പോകുന്നത്. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കാൻ പോയിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, രോഗമൊന്നുമില്ല നബിയേ, രോഗമൊന്നുമില്ല നബിയേ. അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യനെ വെറും കയ്യോടെ മടക്കാ മനസ്സില്ലാതെ, തന്റെ വീടിന്റെ അകത്ത് കൊടുക്കാനൊന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ. ഇട്ടിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ. ധരിക്കാ വസ്ത്രമില്ലാതെ വാതിലടച്ചിരുന്ന് കരയുകയാണ് നബിയേ. ഇട്ടിരുന്ന വസ്ത്രമാ ഊരിക്കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അവസാനം അല്ലാഹുവിന്റെ റസൂല് വീട് തിരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കീറി പറഞ്ഞ ഒരു വസ്ത്രം, ഒരു പടയങ്കിയോ വസ്ത്രമോ എടുത്തു കൊടുത്തു. അതും ധരിച്ചുകൊണ്ട് അബൂബക്കർ തങ്ങൾ നടന്നു വരുമ്പോ ജിബ്രീൽ കരഞ്ഞടോ, അല്ലാഹുവിന്റെ മലക്കുകൾ കരഞ്ഞടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളെ കിടക്കുന്ന സ്വർഗമാ ഞാനും നിങ്ങളും ചോദിക്കുന്നത്. എന്തർഹതയാ, എന്ത് യോഗ്യതയാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, പള്ളിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. സഹോദര, മദ്രസയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് പടച്ചവര്, പൈസ ചോദിക്കുമ്പോ എഴുന്നേറ്റ് പോടല്ലേ, ഇല്ലെന്ന് പറയല്ലേ പെങ്ങള്, ഇല്ലെന്നൊരാൾ പോലും പറയരുത്. നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത്, ഒരു ചാക്ക് സിമന്റ് ആണെങ്കിൽ അത് മതി സഹോദരാ, ഒരു കല്ലാണെങ്കിൽ അത് മതി സഹോദരാ. നീ അധ്വാനിച്ച പണത്തിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് കൊടുക്കാൻ തയ്യാറാകു. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളില്ലെന്ന് പറയരുത്. സദക്കയുടെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. സദക്ക കൊടുക്കാതിരുന്നാൽ അതിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്, അതിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാണ്. എപ്പോഴാണ് അതറിയുന്നതെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അതാ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അത് പറയുമ്പോഴാണോ, കേൾക്കുമ്പോഴാണോ, ദുആ ചെയ്യുമ്പോഴാണോ, ഇറങ്ങി പോകുമ്പോഴാണോ? ഫകസഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എപ്പോ വേണമെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാ, ഏത് സമയത്ത് വേണമെങ്കിലും അസ്റായീൽ ഇറങ്ങി വരാ. അസ്റായീൽ വരുമ്പോ എന്റെ വാപ്പ ചോദിക്കുന്നു, അല്ലാ, എനിക്കൊരൽപ്പ സമയം വേണം അല്ലാ.
ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരൽപ്പ സമയം വേണമല്ല, ഒരൽപ്പ സമയം വേണമല്ല. എന്തിനാ വാപ്പാ സമയം ചോദിക്കുന്നത്? പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്തിനാണ് സമയം ചോദിക്കുന്നതെന്നറിയുമോ? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, തൗബ ചെയ്യാനല്ല, യാത്ര പറയാനല്ല, പൊരുത്തം ചോദിക്കാനല്ല. പിന്നെ എന്തിനാ അല്ലാഹ് എടാ നിസ്കരിക്കാനല്ല നീ ചോദിക്കുന്നത്? പടച്ചവനെ, ഖുർആൻ ഓതാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല, പിന്നെ എന്തിനാണ് ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്? അല്പസമയം ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, ഒരുപാട് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാനെ. ഒരാൾക്കും കൊടുക്കാതെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചിട്ട് പോലും കൊടുക്കാതെ ഞാൻ ഒരുപാട് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാനെ. പള്ളിയെ ചോരുന്ന അവസ്ഥയിൽ കടന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. നാട്ടിലെ മക്കള് പഠിക്കാൻ ഒരു മദ്രസ പണിയാൻ ഒരു ചാക്ക് സിമന്റിന്റെ പോലും ഞാൻ പൈസ കൊടുത്തിട്ടില്ല.